കാറിൽ വരുൺ ആ തുറമുഖ കെട്ടിടത്തിലേക്ക് പോവുകയായിരുന്നു. കീർത്തി സുരക്ഷിതയാണെന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടും അവളെ കാണാനുള്ള തിടുക്കം എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. വരുൺ അക്ഷമയോടെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ദൂരെ ഒരു കണ്ടെയ്നർ മൗണ്ടിന് പിന്നിലോടുന്ന ഒരു പെൺകുട്ടിയിൽ പതിഞ്ഞു. ആ ഓടുന്ന പെൺകുട്ടിയെ കണ്ടതും വരുൺ കാർ നിർത്തിച്ചു. അത് കേട്ടതും കാറിൽ ഇരുന്നവരെല്ലാം ആശയക്കുഴപ്പത്തിലായി. ഓടുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കീർത്തിയാണെന്ന് വരുണിന് മനസ്സിലായി. ആ കാണുന്ന കണ്ടെയ്നറിന്റെ അടുത്തേക്ക് വണ്ടി എടുക്ക് സർ, അപ്പുറത്തുള്ള കെട്ടിടത്തിലാണ് മാഡം ഉള്ളത്. അത് കേട്ടതും വരുൺ അയാളെ രൂക്ഷമായി നോക്കി. അത് കണ്ടതും അയാൾ തല താഴ്ത്തി. വരുണിന്റെ കാർ കണ്ടെയ്നറിന് സമീപം നിർത്തി. എല്ലാവരും അതിൽ നിന്നിറങ്ങി. ഓടി ഓടി കീർത്തി ആകെ തളർന്നിരുന്നു. അവൾക്ക് ഇനി ഒരടി മുന്നോട്ട് ചലിക്കാൻ വയ്യ. അവൾ മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടു. എന്റെ കൃഷ്ണ, ഞാൻ വീണ്ടും കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇത്രയും ദൂരം ഓടിയിട്ടും ഇവരുടെ അണ്ണാക്കിലോട്ടാണല്ലോ നീ എന്നെ കൊണ്ടെത്തിച്ചത്. അയ്യോ, ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു, ഇപ്പൊ അവരെന്നെ കാണും. അത് വരുണാണെന്ന് കീർത്തിക്ക് മനസ്സിലായില്ല. അവൾ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം വന്നു. മാഡം ഓടല്ലേ, അവിടെ നിൽക്ക്, പേടിക്കണ്ട, വരുൺ സാർ വന്നിട്ടുണ്ട്. വരുണിന്റെ കൂടെ വന്ന ആൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വരുണിന്റെ പേര് കേട്ടതും കീർത്തി ഒന്ന് സ്റ്റക്കായി. വരുൺ അവിടെ എത്തിയെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൾ തിരിച്ച് അവന്റെ അടുത്തേക്ക് ഓടി. ഓടുന്നതിനിടയിൽ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. കാറിന്റെ അടുത്ത് വന്ന ഉടനെ അവൾ വരുണിനെ കെട്ടിപ്പിടിച്ചു. കീർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുകയായിരുന്നു. വരുണിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. സ്വന്തം സ്വാർത്ഥതയ്ക്കായി കീർത്തിയെ വേദനിപ്പിച്ച മുത്തച്ഛനോട് അവന് ദേഷ്യം തോന്നി. കീർത്തി ഇപ്പോൾ സുരക്ഷിതയായിരിക്കുന്നു, അതും ഉള്ളിൽ യാതൊരു വികാരവുമില്ലാത്ത ഒരാളുടെ കൈകളിൽ. ഇന്നുവരെയും അവൾ അനുഭവിക്കാത്ത സുരക്ഷിതത്വം അവൾക്കപ്പോൾ തോന്നി. അപ്പോഴേക്കും സഞ്ജുവും അവിടേക്ക് എത്തിയിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി വരുണിനെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് സഞ്ജു ആശ്ചര്യപ്പെട്ടു. അവന്റെ മനസ്സിൽ ആദ്യമുണ്ടായിരുന്ന വരുണായിരുന്നു. തന്റെ മുന്നിൽ ഒരുത്തൻ ജീവന് വേണ്ടി പിടഞ്ഞാലും ഈ മനുഷ്യൻ സഹായിക്കില്ല. വികാരരഹിതനായി അത് നോക്കി നിൽക്കും. എന്നാൽ ഇപ്പോൾ അത്തരം അവസരങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാതെ പരിഭ്രമത്തിൽ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവനെ കൊണ്ടാവുന്ന പോലെ അവളുടെ കരച്ചിൽ തടയാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഇനി അഥവാ അവന്റെ മനസ്സിൽ അവൾ കേറിക്കൂടിയോ? സഞ്ജുവിന് ഇതൊക്കെ ആലോചിച്ച് ചിരി വന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ചിരി മാഞ്ഞു. അവൻ സ്വയം മനസ്സിൽ സംസാരിക്കാൻ തുടങ്ങി. വല്ലാതെ ഓവറായി ഇമാജിനേഷൻ ചെയ്ത് പോകണ്ട. ഒറ്റ പെൺകുട്ടിയെയും കണ്ണിന് പിടിക്കാത്ത അവന് പെട്ടെന്ന് കീർത്തിയോട് സ്നേഹം തോന്നുന്നു എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. അതെ വരുണ, ആ ചിന്ത തന്നെ ഫാസ്റ്റാണ്. വെയിറ്റ് ആൻഡ് സീ. എന്നെ കാണാഞ്ഞ് തേടിയിറങ്ങിയതാണോ? കീർത്തി വരുണിനോട് ചോദിച്ചു. എന്നാൽ വരുൺ പതിവ് പോലെ അതിന് മറുപടി പറയാതെ വേറെ എങ്ങോ നോക്കി നിന്നു. അതെ അതെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഓക്കെയാ. പക്ഷെ ഞാൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ലെന്ന് വിചാരിച്ചു പോയി. കീർത്തി വീണ്ടും പറഞ്ഞു. എന്നാൽ ഇത്തവണയും വരുൺ നിശബ്ദനായിരുന്നു. മുഖം മൂടിയും ഭാവഭേദവുമില്ലാത്ത കണ്ണുകളുമായി അവൻ അപ്പോഴും കീർത്തിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം കീർത്തി സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യം നടന്നു. കീർത്തിയുടെ കവിളിൽ വീണ കണ്ണുനീർ അവൻ കൈകൾ കൊണ്ട് തുടച്ചു. എന്താ അപ്പ ഇവിടെ സംഭവിച്ചേ? കണ്ണുനീര് തുടയ്ക്കാനും ഒരാളോ? അതും സ്വന്തം മുഖം കാണിക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു പയ്യൻ. ഏത് സമയവും ഇമോഷണൽലെസ് ആയ ഒരാൾ. അയാള് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഏയ്, ഇനി വല്ല സ്വപ്നം കാണാണോ? അവൾ ഇങ്ങനെ കരുതി നുള്ളി നോക്കിയപ്പോൾ വേദനിച്ചു. അവിടെ അപ്പോൾ നടന്നത് സത്യം തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. താൻ കാരണം അവൻ വിഷമിക്കേണ്ടെന്ന് കരുതി അവൾ പറഞ്ഞു. വരുൺ, എന്നെ ഒന്ന് നോക്കിയേ. കണ്ടില്ലേ, എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ പേടിച്ചു എന്നത് നേരാ. പക്ഷേ അത് പിന്നെ എന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്നും ഇനി ഒരിക്കലും അപ്പൂനെ കാണാൻ പറ്റില്ലെന്നും ഈ ലോകത്ത് ഞങ്ങൾക്ക് ആരുമില്ലെന്നൊക്കെ ആലോചിച്ചപ്പോ പേടിച്ചു പോയതാ. പക്ഷെ ഇപ്പോ കണ്ടപ്പോ കരഞ്ഞത് സന്തോഷം കൊണ്ടാ. രക്ഷപ്പെട്ടില്ലെന്ന് കരുതിയിരുന്ന സമയത്ത് രക്ഷപ്പെട്ടില്ലേ, ആ സന്തോഷം കൊണ്ട് ദേ നോക്കിക്കേ, നൗ ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് നോക്ക്, ഈ കാലില് കാണുന്ന പിന്നെന്താ? കണ്ടില്ലേ, ഇറ്റ്സ് ബ്ലീഡിംഗ്. കീർത്തിയുടെ വാക്കുകൾ കേട്ട് വരുൺ അവളുടെ കാലിലെ രക്തം വരുന്നത് കാണിച്ചുകൊണ്ട് പറഞ്ഞു.
അവൻ കുനിഞ്ഞ് അവളുടെ കാലുകൾ കൈകളിൽ പിടിച്ചു നോക്കാൻ തുടങ്ങി. വരുണാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കീർത്തിക്ക് ഒരു നിമിഷം പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാലില് മൊത്തത്തിൽ മുറിവായിട്ട് ബ്ലഡ് വന്നിട്ട് ഓക്കെയാണ് പോലും. ഇതൊക്കെ അങ്ങ് പോകല്ലോ അല്ലേ? വെറുതെ ഓരോന്നങ്ങ് പറഞ്ഞോളൂ ഇട്ടിയൻ. വരുൺ കനത്ത സ്വരത്തിൽ പറഞ്ഞു. അവന്റെ ആ കനത്ത ശബ്ദത്തിലും ഒരു മൃദുത്വം ഉണ്ടായിരുന്നു. അത് കണ്ട് കീർത്തി അമ്പരന്നു പോയി. വർഷങ്ങളായി ആരോടും അടുപ്പം കാണിക്കാത്ത ഈ വ്യക്തിയിൽ നിന്ന് ഈ കരുതൽ എങ്ങനെ വന്നുവെന്ന് കീർത്തി മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. ഏയ്, ഇത് അത്രയ്ക്കൊന്നുമില്ല. രക്ഷപ്പെടാൻ വേണ്ടി ആ പൈപ്പിലൂടെ ഇറങ്ങിയപ്പോ പറ്റിയത് വല്ലതും ആയിരിക്കും. പിന്നെ ഓടുമ്പോ കാലിൽ ചെരുപ്പുണ്ടായിരുന്നില്ലല്ലോ. ഈ മുറിവൊക്കെ ചെറുതല്ലേ, ഇതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. താൻ കള്ളം പറയുകയാണെന്ന് കീർത്തിക്കും അറിയാമായിരുന്നു. ആരുടെയും വാക്കുകൾ കേൾക്കാത്തവൻ എന്തിനാണ് ഈ കള്ളം കേൾക്കുന്നത്? വരുൺ മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. എന്നാൽ ആ സമയത്തും കീർത്തിയുടെ മനസ്സിൽ കൂട്ടുകാരി പറഞ്ഞ ടിപ്സ് ഓർക്കുകയായിരുന്നു എന്നതാണ് വിചിത്രം. അവൾ സ്റ്റെപ്പ് നമ്പർ 11 ഓർത്തു. നിങ്ങളുടെ വികാരങ്ങൾ കാണിക്കാനാണ് ഈ സ്റ്റെപ്പ് പറയുന്നതെന്ന് ആൻ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കല്ലുപോലുള്ള ഹൃദയമുള്ള ഒരാളോട് എങ്ങനെ വികാരം പ്രകടിപ്പിക്കാനാകും? അവൻ വേവലാതിയോടെ അവളെ രക്ഷിക്കാൻ വന്നതാണ്, പക്ഷേ നേരിൽ അത് കാണിക്കുന്നില്ല. കീർത്തി ഒരു നിമിഷം ചിന്തിച്ചു. ഒരുപക്ഷെ ഇപ്പോൾ അവൾ എന്ത് കാണിച്ചാലും സാധാരണ ചെയ്യാറുള്ളത് പോലെ തിരിച്ചു മോശമായി പ്രതികരിക്കാൻ ചാൻസ് ഇല്ലെങ്കിലും ഇത് തന്നെ അവസരം. കൂടുതൽ ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ അടുത്ത നിമിഷം അവൾ അവളുടെ വലം കൈ ഉയർത്തി അവന്റെ മുടിയിഴകൾക്കിടയിലൂടെ തഴുകാൻ തുടങ്ങി. മനസ്സിൽ അവൻ വഴക്കു പറഞ്ഞാലോ എന്ന് ഭയന്നുകൊണ്ട് തന്നെയായിരുന്നു അവൾ അങ്ങനെ ചെയ്തത്. ദൂരെ നിന്ന് സഞ്ജു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ വരുൺ എന്ന വൻമരവും പൂക്കാൻ തുടങ്ങുന്നു. നെഞ്ചിനകത്ത് ഹാർട്ടിന് പകരം കരിങ്കല്ലായിരുന്നവനാ ദാ ഇപ്പൊ ഒരു കൊച്ചു പെണ്ണിന്റെ സ്നേഹപ്രകടനങ്ങൾക്ക് മുന്നിൽ പതുങ്ങി നിൽക്കുന്നു. ഇതിനെല്ലാം കാരണം ആരാ? ഈ ഞാൻ. കീർത്തിയെ പോലൊരു പെണ്ണിനെ നിനക്ക് കണ്ടുപിടിച്ചു തന്നതിന് എന്നെ നീ പൂവിട്ട് പൂജിക്കണോടാ. എന്നാൽ വരുണോ നിർവികാരമായ മുഖവുമായി മുഖം മൂടിയും ധരിച്ച് കീർത്തിയുടെ മുന്നിൽ നിന്നു. ഞാൻ ഇത്ര സ്നേഹത്തോടെ തൊട്ടിട്ട് ഇയാൾക്ക് വല്ല മാറ്റം ഉണ്ടോ നോക്കിയേ. കല്ലൂലം നിൽക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർ അറിയാത്തവരാണെന്ന് പറച്ചിലും കേൾക്കണം. സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കുമ്പോ തിരിച്ച് റിയാക്ട് ചെയ്യണം മിസ്റ്റർ. ഇങ്ങോട്ട് സ്നേഹം കിട്ടണമെങ്കിൽ ആദ്യം അങ്ങോട്ട് കൊടുക്കണം. എന്നാലേ വല്ലതും നടക്കുമെന്ന് ആരാ ഇയാൾക്ക് പറഞ്ഞു കൊടുക്ക? കീർത്തി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ വരുൺ അവളുടെ കൈയെടുത്ത് മാറ്റി. ചിന്തയിലായിരുന്നത് കൊണ്ട് കീർത്തി ഞെട്ടിപ്പോയിരുന്നു. താൻ ചെയ്തത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വരുൺ അങ്ങനെ ചെയ്തതെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അവന് ദേഷ്യമായി എന്ന് അവൾ കരുതി. നിനക്ക് എന്തിന്റെ കേടാ കീർത്തി? വെറുതെ ഇരിക്കുന്നവന്റെ തലയില് തലോടി ആട്ട് വാങ്ങാൻ പോവാണോ? വേണ്ടായിരുന്നു. ഇനിയിപ്പൊ എന്തൊക്കെ കേൾക്കണോ എന്തോ. എന്നാൽ കീർത്തിയുടെ എല്ലാ ധാരണകളെയും തിരുത്തുന്ന വിധമായിരുന്നു വരുണിന്റെ പെരുമാറ്റം. അവൻ ഒന്നും പറയാതെ അവളെ കൈകളിൽ എടുത്തുയർത്തിക്കൊണ്ട് കാറിനരികിലേക്ക് നടന്നു. അവന്റെ കൈകളിൽ കിടന്ന് കീർത്തി അമ്പരന്ന് അവന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ കണ്ണിമയ്ക്കാതെ നോക്കി. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അതൊരു സിനിമയിലെ റൊമാൻറ്റിക് സോങ് രംഗം പോലെ തോന്നി. എന്നാൽ അത് കീർത്തിക്ക് ഉള്ളിൽ പേരറിയാത്ത സന്തോഷത്തിന് കാരണമായി. എന്റെ കൃഷ്ണ, ഞാനിപ്പോ ഈ അനുഭവിക്കുന്നത് സത്യാണോ? ആണ് ഈ നിമിഷം ഇങ്ങനെ തന്നെ നിലനിർത്തൂ. ഫീലിംഗ്ലെസ് ആയി ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കെയർ കിട്ടാന്ന് പറഞ്ഞ എന്റെ ജന്മ സഫലായി. അതേ നിമിഷം തന്നെ കീർത്തി, ഓ അല്ലേലും ഇതൊക്കെ നിനക്ക് കിട്ടണല്ലോ, കാരണം നീ ഇയാളുടെ ഭാര്യയല്ലേ. അപ്പൊ ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമല്ല. വരുണിന്റെ കൈകളിൽ കിടന്നുകൊണ്ട് അവൾ സന്തോഷത്തോടെ തന്നോട് തന്നെ മനസ്സിൽ സമ്മതിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതത്തോടെ സഞ്ജു അവർക്കരികിലേക്ക് വന്നു. ബോസ്, ലോകത്തിലെ 8ാമത്തെ അത്ഭുതം ഞാൻ കണ്ടെന്ന് തോന്നുന്നു. ചിരിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു. ഞാൻ അതിനിടയ്ക്ക് വേൾഡ് ടൂറും കഴിഞ്ഞു വന്നു, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ തന്നെയല്ലേ ലോകാത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. ഞാനിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാണല്ലോ. പെൺകുട്ടികളെ അടുപ്പിക്കാത്തൊരു വ്യക്തി ഇപ്പൊ ഒരു പെൺകുട്ടിയെ കയ്യിലെടുത്ത് നടക്കാന്നൊക്കെ വെച്ചാ അത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇതിലിപ്പോ ചിന്തിക്കാൻ മാത്രമൊന്നുമില്ല. കീർത്തിക്ക് കാലിൽ മുറിവുള്ളത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു നടക്കുന്നു, ദാറ്റ്സ് ഓൾ. സഞ്ജുവിന് വരുണിനെ കളിയാക്കുന്നത് നിർത്താൻ ഭാവം ഉണ്ടായിരുന്നില്ല. അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് തുടർന്നു. എന്നാലും കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാക്കയ്ക്ക് പറക്കാനുള്ള കോച്ചിങ് ക്ലാസ് സാർ പിന്നെ കൊടുത്തു. ഇപ്പൊ ചെന്ന് കാറിന്റെ ഡോർ തുറക്ക്.
സഞ്ജുവിന്റെ കളിയാക്കലുകൾ കേട്ട് കീർത്തി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. എന്നാലും വരുൺ എന്താ ഇങ്ങനെ? ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടും ഇനിയും എനിക്ക് കയ്യെത്താത്ത അകലത്തിൽ തന്നെയാണല്ലോ. സഞ്ജു ചെന്ന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു. വരുൺ വളരെ ശ്രദ്ധിച്ച് പതിയെ കീർത്തിയെ ഇരുത്തി അവളുടെ കൂടെ കയറിയിരുന്നു. സഞ്ജു അമലന്റെ കൂടെ മുന്നിലും. ഈ വരുണിന്റെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഉള്ളില് സഹാനുഭൂതിയുള്ളൊരു മനുഷ്യനുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും പുറത്തു കാണിക്കുന്നത് ചെകുത്താനെ. അതെന്താ അങ്ങനെ? ഈ സ്വഭാവത്തിന് വരുണിന്റെ ഭൂതകാലവുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. വരുണിന്റെ ചിന്തകളിൽ മുഴുകിയ കീർത്തി അവൾക്ക് ഓർമ്മയിൽ വന്നൊരു 2 വരി കവിത പതിയെ ചൊല്ലി. എങ്ങോട്ട് ഓടി ഒളിക്കാൻ ഞാൻ ഈ നിസ്സംഗതയിൽ നിന്ന്? മരണമുറപ്പ് തന്നെ മറന്നാലും പ്രണയിച്ചാലും. സത്യത്തിൽ കീർത്തിയുടെ വരുണിന്റെ ഒപ്പമുള്ള ജീവിതവും ആ കവിതയുടെ അർത്ഥവും ഏകദേശം ഒന്നായിരുന്നു. വരുൺ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും സഞ്ജുവിന് അത് കൃത്യമായി മനസ്സിലായി. കവിത ചൊല്ലിയതാണെങ്കിലും കീർത്തി പറഞ്ഞത് ശരിയാണ്. വരുണിനെ പോലെയുള്ള നിസ്സംഗത മാത്രമുള്ള ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നതും അവനെ മറക്കുന്നതും ഒരുപോലെ ജീവൻ പോകുന്ന അപകടം തന്നെയായിരുന്നു. കാരണം കീർത്തിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വരുണിനെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നത് കരാർ പേപ്പറിലെ ഒരു നിബന്ധനയായിരുന്നു. സോറി. കീർത്തി വരുണിനെ നോക്കി പറഞ്ഞു. സോറിയോ? എന്തിന്? അവൾ എന്തിനാണ് സോറി പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല. അത് പിന്നെ ഞാൻ നേരത്തെ ഓവർ സ്വാതന്ത്ര്യം എടുത്തോ എന്നൊരു തോന്നൽ. എന്തോ ഓർമ്മയില്ല, ഞാൻ വരണ്ട തലയിൽ തഴുകിയത്. അത് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. എന്നോട് ദേഷ്യായോ? അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി. അങ്ങനെയൊന്നുമില്ല. വരുണിന് അവൾ ചെയ്തത് ഇഷ്ടമായിരുന്നില്ലെങ്കിൽ പോലും അത് തുറന്നു പറയാൻ അവന് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചില്ല. ബോസ്, നമ്മൾ പോകുന്നത് നേരെ വീട്ടിലേക്കല്ലേ? സഞ്ജു ചോദിച്ചു. വീട്ടിലേക്കല്ല, നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിട്ടു. കീർത്തിയുടെ അവസ്ഥ കണ്ടില്ലേ? ദേഹം മുഴുവനും മുറിവാ. വരുൺ പറഞ്ഞത് കേട്ട് കീർത്തി ആകെ പരിഭ്രമത്തിലായി. ഹോസ്പിറ്റലിലേക്കോ? എന്തിനാ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് പോയാ മതി. മിണ്ടി പോരുത്. തന്റെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ പറയുന്നിടത്ത് നീ പോകും. പോയിരിക്കണം, അറിയാലോ. ഒറ്റ നിമിഷം കൊണ്ട് വരുൺ പഴയതുപോലെയായി. അവൻ ദേഷ്യപ്പെട്ടതും കീർത്തി ഒന്നും മിണ്ടാതെ ഇരുന്നു. അവൾക്കറിയാമായിരുന്നു ആ ദേഷ്യം അവന്റെ കരുതലായിരുന്നു എന്ന്. ഏതാനും നിമിഷങ്ങൾക്കകം അവരുടെ കാർ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നു. പക്ഷെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരുൺ എങ്ങനെ പോകും? മുഖം മൂടി വെക്കുന്നത് കാരണം പൊതുസ്ഥലങ്ങളിൽ വരുൺ പോകാറില്ലല്ലോ. അവനെ കാണുമ്പോൾ ആളുകൾക്കുണ്ടാവുന്ന കൗതുകം നിറഞ്ഞ നോട്ടങ്ങളെ അവന് വെറുപ്പായിരുന്നു. വരുൺ കൂടെ വരുന്നില്ലേ? ഇല്ല, സഞ്ജു എന്റെ കൂടെ വരും. വരുൺ അവളോട് പറഞ്ഞു. സഞ്ജു കാറിൽ നിന്നിറങ്ങി വന്ന് ഡോർ തുറന്നു. കീർത്തിയെ തോൾ കൊടുത്ത് താങ്ങി പിടിച്ചു. അവന്റെ തോളിൽ പിടിച്ച് കീർത്തി ഹോസ്പിറ്റലിലേക്ക് നടന്നു. കാറിന്റെ വിൻഡോയിലൂടെ സഞ്ജുവിന്റെ തോളിൽ കൈവച്ച് നടക്കുന്ന കീർത്തിയെ കണ്ടതും വരുണിന് നെഞ്ചിൽ എന്തോ ഭാരമുള്ളതുപോലെ തോന്നി. ആദ്യമായി കീർത്തിക്കായി ഉള്ളിന്റെ ഉള്ളിൽ പൊസസീവ് ഫീൽ വരാൻ തുടങ്ങി. അറിഞ്ഞുകൊണ്ട് കീർത്തിയെ അവൻ അകറ്റി നിർത്തുമെങ്കിലും അവളെ മറ്റൊരു പുരുഷനോടൊപ്പം നിൽക്കുന്നത് കാണുവാൻ പോലും അവനാവുന്നില്ല. സഞ്ജേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മുന്നോട്ട് നടക്കുന്നതിനിടയിൽ കീർത്തി സഞ്ജുവിനെ നോക്കി ചോദിച്ചു. എന്ത് കാര്യം? വരുണിനെ കുറിച്ചാണെങ്കിൽ കരാറിന്റെ ലംഘനമാണത്. സാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ എനിക്ക് അനുവാദമില്ല. ഏയ്, നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കില്ല. വാക്കാണത്. കീർത്തി ഉറപ്പു പറഞ്ഞു. എന്നാ എനിക്കും ചോദിക്കാനുണ്ട്. അതിന് എനിക്ക് മറുപടി. ഒരു കാര്യം ചെയ്യാം. നീ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോ ഞാനൊരു ചോദ്യം നിന്നോട് ചോദിക്കും. ഡീൽ? ഓക്കെ, ഡീൽ. കീർത്തി പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. കാരണം അവനിൽ നിന്നും അവൾക്ക് പ്രത്യേകിച്ചൊന്നും ഒളിക്കാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കറിയാൻ ഒരുപാടുണ്ടായിരുന്നു. എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാൽ വരുണിനെ ഇംപ്രസ് ചെയ്യാൻ സഹായിച്ചാലോ? അവർ ഡോക്ടറുടെ റൂമിനടുത്തായി എത്താറായി. കീർത്തിയുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ വന്നു. ഏത് ചോദിക്കണമെന്ന് ആലോചനയിൽ അവളുടെ മുഖഭാവം മാറി മറിഞ്ഞു. അത് കണ്ടതും ഇത് തനിക്കുള്ള പണിയാണെന്ന് സഞ്ജുവിന് തോന്നി. സഞ്ജുവിനോട്